പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നിടത്ത് നാം വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളിലും മേലും ഇറങ്ങി വരും. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 13 അധ്യായം അതിൻ്റെ 5 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 13 വേഴ്സ് 5. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. സ്തോത്രം. ചില സമയത്തെ നമ്മുടെ ഇഷ്യൂ ദൈവം മിണ്ടാതെ അങ്ങിരിക്കുന്നു എന്നുള്ളതായിരിക്കത്തില്ല. നമ്മൾ നിശബ്ദമായി ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നാം ആയി പോകുന്നതാണ്. അതായത് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടാൻ വേണ്ടി ഒരു റെയിൽവേ ക്രോസിൻ്റെ അവിടെ പോയി നിൽക്കുന്നത് പോലെ. അപ്പോഴും പക്ഷേ നമ്മൾ ചോദിക്കും, ദൈവമേ നീ എവിടെയാണ്? പക്ഷേ സ്വർഗത്തിൻ്റെ റിപ്ലൈ അപ്പോൾ എന്തായിരിക്കും എന്നറിയാമോ? കുഞ്ഞെ, നീ കണ്ണ് തുറന്ന് നോക്ക്, ലൈറ്റ് ഓൾറെഡി ഗ്രീൻ തന്നെ, ഇറ്റ്സ് ടൈം ടു ഗോ. ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട സമയവും സ്റ്റെപ്പ് എടുക്കേണ്ട സമയവും നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സീസൺസ് ഓഫ് സൈലൻസ് വരുമ്പോൾ നാം ഭയങ്കര കോഷ്യസായിട്ട് തീരാറുണ്ട്. നമ്മളങ്ങ് ഫോക്കസ് ചെയ്ത് ആ വെയിറ്റിംഗ് പീരീഡിനെ നമുക്ക് തന്നെ ദുഷ്കരമാക്കി അങ്ങ് തീർക്കും. എന്നാൽ ചലിക്കുന്നവരുടെ ഇടയിലെ ദൈവവും ചലിക്കത്തുള്ളൂ കേട്ടോ. സെഖറിയ പുരോഹിതൻ ഒരു കൺഫ്യൂഷനിലുമല്ലായിരുന്നു ഏഞ്ചൽ അവന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ. അവനെ ആക്കിയ പോസ്റ്റിൽ വിശ്വസ്തമായിട്ട് നിന്ന് വേല ചെയ്യുമായിരുന്നു. ദൈവം അവന് കൊടുത്ത വേല അവൻ വളരെ ഫെയ്ത്ത്ഫുള്ളി ചെയ്യാൻ റെഡിയായിരുന്നു. അപ്പോൾ പഴയ നിയമത്തിൻ്റെയും പുതിയ നിയമത്തിൻ്റെയും മധ്യത്തിൽ, അതായത് മാലാഖി കഴിഞ്ഞ് മത്തായി തുടങ്ങുന്നവരെ ഒരു 400 വർഷത്തെ ഇടവേളയുണ്ടായിരുന്നു, 4 centuries. ആ സൈലൻസിനെയാണ് ദൈവം ബ്രേക്ക് ചെയ്തത്. ഒരു രാജാവിനോടോ ഒരു പ്രവാചകനോടോ ഒരു ക്രൗഡിനോടോ ഒന്നുമല്ല ദൈവം സംസാരിച്ചത്. ഡ്യൂട്ടിയിലായിരുന്ന ഒരു വർഷിപ്പറിനോടാണ് ദൈവം സംസാരിച്ചത്. അതാരാ? സെഖറിയാവ്. അവൻ തൻ്റെ പ്രീസ്ലി റോള് വളരെ നല്ലതായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മന്ദിരത്തിൽ ധൂപം കാട്ടുന്ന ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ അതേസമയം ജനം പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുക. ദൈവശബ്ദം മുഴങ്ങി. അപ്പോൾ അത് കേട്ടത് ആരോടാ? ആ ശബ്ദം ആരോടാ വന്നത്? ആർക്കാ വന്നത്? ടു സമ്മൺ ഹു വാസ് ഓൾറെഡി ഇൻ മോഷൻ, ഓൾറെഡി ഇൻ സർവിങ്. കുഞ്ഞെ, നീ ഞാനും എങ്ങനെ? ഇത് നമ്മളെ കാണിക്കുന്ന ഒരു പിക്ചറാണ്. ദൈവം എന്നോർത്തു. ദൈവത്തിൻ്റെ ബ്രേക്ക് ത്രൂ സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സാധാരണ ആൻസറിനും കൊണ്ട് മാത്രമാണ്. സെഖറിയാവിനും എലിസബത്തിനും ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു ധാരാളം, കാരണം അവർക്ക് മക്കളില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പാകെ അവർ കുറ്റമില്ലാത്തവരായി നടന്നു. അവരുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനാ വിഷയം ഉണ്ടായിട്ട് പോലും അവർ ഒരിക്കലും ആരാധനയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നില്ല, മാറി നിന്നില്ല. വചനം അവരുടെ മേൽ വന്ന് വീഴുന്നത് വരെ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, യാക്കോബിലൊരു വചനം അയച്ചു, അത് ഇസ്രായേലിൽ വന്ന് വീണു എന്ന് പറയുന്ന പോലെ അവരുടെ വിഷയത്തിന്മേൽ, അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു വചനം ലഭിക്കുന്നത് വരെയും അവർ ദൈവസന്നിധിയിൽ നീതിയോടെ അവരുടെ പ്രവർത്തി ചെയ്തു പോകുന്നു.
അപ്പോൾ നമുക്ക് സൈലൻസിൽ നമുക്ക് ദൈവശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ ദൈവം എവിടെ സംസാരിക്കുമോ അവിടെ നമ്മെ കാണണം. അത് ധൂപം കാട്ടുന്ന സമയത്തായിരിക്കാം, ധൂപപീഠത്തിൻ്റെ അടുത്തായിരിക്കാം, തൻ്റെ ജനത്തിൻ്റെ ഇടയിലാകാം, തൻ്റെ സാന്നിധ്യത്തിനിടയിലാകാം. അവിടെയൊക്കെ ആയിരിക്കാം ദൈവശബ്ദം വരുന്നത്. തീർച്ചയായും ശുശ്രൂഷയും പ്രാർത്ഥനയും ഒരുമിച്ച് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം വരും. ധൂപം കാട്ടാൻ നിൽക്കുന്നവർ എപ്പോഴും അവരുടെ ജീവിതം അവർ കൊണ്ടുപോകുന്നത് വളരെ ഫെയ്ത്ത്ഫുള്ളായിരിക്കും. ദൈവത്തെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും, അല്ലാതെ തിരക്ക് പിടിച്ചുള്ളൊരു ജീവിതമായിരിക്കത്തില്ല. നമ്മളെന്ത് ചെയ്യണം? വിശ്വാസം വേണം. സൈലൻസിലെ വിശ്വാസം പെട്ടെന്ന് തണുക്കും. വെയിറ്റിംഗ് അങ്ങ് സ്ട്രെച്ച് ചെയ്ത് പോകുമ്പോൾ, തീ ഇങ്ങനെ കെടാൻ വരുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ് ദൈവം എപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രദർശനശാലയായി കമ്മ്യൂണിറ്റിയെ എടുത്തു മാറ്റുന്നത്. ഇവിടെ ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. ദൈവം സംസാരിച്ചപ്പോൾ സെക്രിയ ഒറ്റയ്ക്കല്ലായിരുന്നു. മറ്റു പ്രീസ്റ്റിനോട് തോളോട് തോള് ചേർന്ന് നിന്ന് താൻ ശുശ്രൂഷിക്കുകയായിരുന്നു. ആലയത്തിന് പുറത്ത് ജനം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. വിശ്വാസം കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു ഭവനത്തിനകത്താണ് മിറക്കിൾ സംഭവിച്ചത്. ദൈവമക്കളെ, നമുക്ക് നമ്മുടെ സ്വന്തം ഫയർ ഊതി കത്തിക്കാൻ പറ്റാതിരിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? ഫയർ എവിടെ ചൂടായിട്ടുണ്ടോ നീ അവിടേക്ക് ചെല്ലണം. ഇരുട്ടുള്ളപ്പോഴും ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിക്കുമ്പോഴും ആരാധനയിൽ പുറകോട്ട് പോകാത്ത മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ക്ഷീണിച്ചിരിക്കുമ്പോഴും അവരുടെ കരമുയർത്തി ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തോൽവിയെപ്പറ്റി സംസാരിക്കാതെ ജീവനെക്കുറിച്ചും ജയത്തെക്കുറിച്ചും സംസാരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്, ആ ഫെയ്ത്ത് എനിക്കൊന്ന് ബോറ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. ദൈവത്തിലെ നീ അവരോട് ചേർന്ന് നിൽക്കുക, നിൻ്റെ സ്വന്തം വിശ്വാസവും കത്താൻ തുടങ്ങും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ മറ്റുള്ളവരുടെ ഭാരം ചുമക്കുവാൻ മനസ്സ് വെക്കുന്നവരായിരിക്കണം. പറ്റുമോ? അനേകർ ഭാരത്താൽ വലിഞ്ഞു പോകുമ്പോൾ ഒരു കൈത്താങ്ങ് കൊടുക്കുവാൻ ദൈവത്തിലെ നീ ഒരുക്കമായിരിക്കണം. ഇടിവ് നിൽപ്പാൻ നീ റെഡിയായിരിക്കണം. ക്വയറ്റ് സീസണിൽ നീ മാറിയിരുന്ന് ഇൻ്റർസീഡിങ്ങിന് സമയം കണ്ടെത്തണം. വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകാൻ സമ്മതിക്കരുത്. പരിശുദ്ധാത്മാവെന്ന തീയോട് നീ ചേർന്നിരിക്കണം. പ്രാർത്ഥന ഉത്തരം കിട്ടാതെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിനക്ക് തന്ന വാഗ്ദത്തങ്ങൾ ഓരോന്നായി ഓർത്ത് അവനെ ഓർമ്മിപ്പിക്കണം. അല്ലെങ്കിൽ കർത്താവേ, നീ അടുത്ത വാക്കെന്നോട് സംസാരിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവ് സംസാരിക്കും. പഴയ വാഗ്ദത്തങ്ങൾ മാത്രമല്ല, പുതിയ വാഗ്ദത്തങ്ങളും അവൻ തരും. യഹോവയുടെ വാഗ്ദത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ സ്വസ്ഥമായിരിക്കരുതെന്ന് അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്. സ്ക്രിപ്ചർ വാണ്ട്സ് വാട്ട് ദാറ്റ് മൈൻഡ് സെറ്റ് ക്യാൻ കോസ്റ്റ്. മൈൻഡ് സെറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. ഏഞ്ചൽ വന്ന് സെക്രിയാവിനോട് ദൈവത്തിൻ്റെ പ്ലാൻ പറഞ്ഞു. പക്ഷേ സെക്രിയാവിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് ഡൗട്ടായിരുന്നു, സംശയമായിരുന്നു. എന്തോന്നില്ലാതെ അതെനിക്കറിയാമെന്നായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? മാസങ്ങൾ താൻ സംസാരിക്കാത്തവരായി. തൻ്റെ നാവ് ചലിച്ചില്ല.
ഇത് പണിഷ്മെൻ്റ് അല്ല കേട്ടോ, ഒരു പ്രൊട്ടക്ഷനും കൂടെ ആയിരുന്നു. ദൈവം ഒരു സത്യം അവിടെ പഠിപ്പിക്കുമായിരുന്നു. സ്കെപ്റ്റിസിസം മ്യൂട്ട്സ് അസ്. മനസ്സിലായോ? സംശയം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. സംശയം വന്നാൽ നമ്മുടെ പ്രൈസ് നിൽക്കും, നമ്മുടെ ടെസ്റ്റിമണി അത് കുഴയ്ക്കും. നമ്മൾ വിശ്വാസത്തിൽ മുന്നോട്ട് പോയേ പറ്റും. ചിലതൊന്നും കുഞ്ഞെ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ ദൈവത്തോട് പറയണം, കർത്താവേ ഇതെനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ സ്റ്റിൽ ഐ ട്രസ്റ്റ് യു എന്ന് പറയണം. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി നാം ദൈവസന്നിധിയിൽ നിന്നാൽ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കും. മുന്നോട്ട് കാലുകൾ എടുത്തു വെച്ച് ജീവിപ്പാൻ, നടപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഭൂമിയിൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവമുണ്ട്. സക്രിയാവിൻ്റെ മിറക്കിൾ നടത്തിക്കൊടുത്ത ദൈവം നമ്മുടേതും അവൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് വിശ്വസിക്കുക ദൈവത്തിലെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വിശ്വാസമില്ലാതെ സംശയിച്ച് അവിശ്വസ്തരായി തീരുവാൻ ഇടയാകരുതേ. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. ദൈവശബ്ദം കേൾക്കുമ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ ഉറപ്പ് നഷ്ടപ്പെടുവാനിടയാകരുത്. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.